ഗം ഗണപതയേ നമഃ. ഓം ശരവണഭവ. നമസ്കാരം. വൈകാശി വിശാഖം ഒരു ഉത്സവം പോലെ ഏറ്റവും ആഘോഷമായി കൊണ്ടാടുന്നത് തമിഴ് ജനതയാണ്. അവർ മുരുകൻ്റെ തീവ്ര ഭക്തരാണ്. വൈകാശി വിശാഖം ശ്രീ മുരുകൻ്റെ ജന്മദിനമാകയാൽ അത് അവർ ആഘോഷപൂർവ്വം പൂജകളോടെ കൊണ്ടാടുന്നു. വിശാഖം നക്ഷത്രം വരുന്ന പൗർണമി ദിനത്തിലാണ് ശ്രീമുരുകൻ ജനിച്ചതെന്ന് പുരാണങ്ങൾ പറയുന്നു. അതേ പുരാണങ്ങളിൽ ശ്രീമുരുകൻ ശിവഭഗവാന്റെ മൂന്നാം തൃക്കണ്ണിൽ, അതായത് ജ്ഞാനേന്ദ്രിയമാകുന്ന തൃക്കണ്ണിൽ നിന്നും ജനിച്ചവനാണെന്നും പറഞ്ഞിരിക്കുന്നു. സർവജ്ഞാനമാകുന്ന തൃക്കണ്ണിൽ നിന്നും വന്നവനായതുകൊണ്ട് ശ്രീമുരുകൻ അറിവിൻ്റെയും ശക്തിയുടെയും സമൃദ്ധിയുടെയും ദൈവമാണ്. ശ്രീമുരുകനെ ഇരുണ്ട നീല നിറത്തിൽ ചിലപ്പോൾ പൂജിക്കാറുണ്ട്. കടും നീല നിറത്തിലുള്ള ശ്രീമുരുകൻ കയ്യിൽ ആയുധങ്ങൾ പിടിച്ചിരിക്കുന്ന ദൈവമാണ്, രക്ഷകനാണ്. മാത്രവുമല്ല, ഇരുണ്ട നീല നിറം ഹൃദയമെന്ന അഗാധമായ അറയിലെ അനന്തമായ യാഥാർത്ഥ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശ്രീമുരുകൻ ശാശ്വതമായ സത്യമാകുന്നു. എപ്പോഴും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നവനാണ് ശ്രീമുരുകൻ. ജീവിതം സ്ഥിരതയുള്ളതും സുരക്ഷിതമാവുന്നതിന് അടിസ്ഥാനം ഉറച്ചതായിരിക്കണം. അടിസ്ഥാനം ഉറച്ചതായാൽ എല്ലാം ശുഭമായി. മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാനം മൂലാധാര ചക്രയാണ്. ശിവഭഗവാന്റെ പുത്രന്മാരായ ഗണപതിയും ശ്രീമുരുകനും മൂലാധാര ചക്രയുടെ അധിപന്മാരാണ്. അജ്ഞതയാകുന്ന ഇരുട്ടിനെ നീക്കുന്ന വേൽ ധരിച്ചവനാണ് വേൽമുരുകൻ. ജീവിത പ്രശ്നങ്ങൾ കൂടുതലായി നേരിടുന്നവർ ശ്രീമുരുകനെ ഭജിച്ചാൽ തീർച്ചയായും പരിഹാരമുണ്ടാവുന്നതാണ്. ശ്രീമുരുകൻ ക്ഷിപ്രപ്രസാദിയാണ്, എന്നാൽ തെറ്റ് ചെയ്താൽ ഒരിക്കലും പൊറുക്കാത്തവനുമാണ്. ചൊവ്വാദോഷമുള്ളവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, അസുഖങ്ങളാൽ വിഷമിക്കുന്നവർ എന്നിവർ ശ്രീമുരുകനെ തീർച്ചയായും ഭജിക്കേണ്ടതാണ്. ശരവണഭവ എന്ന മന്ത്രത്തിൻ്റെ ശക്തി, അക്ഷരങ്ങളുടെ ശക്തി എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ശ എന്ന അക്ഷരം എല്ലാ നന്മകളെയും ആകർഷിക്കുന്ന ശക്തിയാണ്. രാ എന്നത് വിജയം നൽകുന്ന ശക്തി. വാ എന്ന അക്ഷരം രോഗങ്ങളെയും ആപത്തുകളെയും നീക്കുന്നു. ണ എന്ന അക്ഷരം ബന്ധങ്ങൾ നല്ലതാക്കുന്നു, ഊഷ്മളമാക്കുന്നു. ഭ എന്ന അക്ഷരം നമ്മുടെ വ്യക്തിത്വത്തെ നല്ലതാക്കുന്നു, മറ്റുള്ളവരിൽ ബഹുമാനം വളർത്തുന്നു. വാ എന്ന അക്ഷരം എല്ലാ തിന്മകളെയും നശിപ്പിക്കുന്നു. വൈകാശി വിശാഖം വ്രതമനുഷ്ഠിച്ച് പൂജ നടത്തി മന്ത്രങ്ങൾ ചൊല്ലി ശ്രീമുരുകനെ പൂജിക്കുന്നത് വഴി ഗൃഹ ഐക്യം, കുടുംബസമാധാനം, സാമ്പത്തിക ഭദ്രത, മാറാവ്യാധികളിൽ നിന്നുമുള്ള മോചനം, ചൊവ്വാദോഷ ശാന്തി, സത്സന്താനങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. ഷൺമുഖനെ പ്രാർത്ഥിക്കുന്നത് വഴി ജ്ഞാനം, വൈരാഗ്യം, ബലം, കീർത്തി, സമ്പത്ത്, ഐശ്വര്യം എന്നിവ സിദ്ധിക്കുന്നു. ജ്ഞാനം എന്നത് അറിവ്, സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ശക്തികളെ സൂചിപ്പിക്കുന്നു. വൈരാഗ്യം കർമ്മബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനത്തെ, പൂർവജന്മ പാപങ്ങളിൽ നിന്നുള്ള മുക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ബലം മാനസികവും ശാരീരികവുമായുള്ള ബലം, എന്തും നേരിടാനും സഹിക്കാനുമുള്ള ശക്തി. കീർത്തി, സത്കീർത്തി, പ്രസിദ്ധി എന്നിവ. ശ്രീ സമ്പത്ത്, ധനം, സന്തോഷം. ഐശ്വര്യം ദൈവികമായ കഴിവുകൾ, എല്ലായിടത്തും നന്മയെ പ്രകാശിപ്പിക്കാനുള്ള കഴിവ്. ഹൃദയത്തിൻ്റെ ഗുഹയിൽ നിലനിൽക്കുന്ന അനന്തമായ യാഥാർത്ഥ്യം, അതാണ് ഗുഹനെന്ന ശ്രീമുരുകൻ. ശ്രീ സുബ്രഹ്മണ്യൻ പുരാണങ്ങളിൽ ഒരുപാട് നാമങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സെന്തിൽ, കുമരൻ, സുബ്രഹ്മണ്യൻ, ആറുമുഖൻ, ഷൺമുഖൻ, വേൽമുരുകൻ, കാർത്തികേയൻ, ഗുഹൻ, ശരവണൻ, വേലായുധൻ, ആണ്ടവൻ, അങ്ങനെ ഒരുപാട് നാമങ്ങളാൽ. ആറുമുഖൻ എന്ന നാമത്തിൽ നിന്ന് തന്നെ ശ്രീമുരുകൻ്റെ വൈഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആറുമുഖത്തിൽ ഒന്ന് ലോകാന്ധകാരത്തെ, അജ്ഞാനത്തെ അഥവാ തിന്മയെ ഇല്ലാതാക്കുവാനുള്ള ജ്യോതിയായി വർത്തിക്കുന്നു. രണ്ടാമത്തെ മുഖം ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിറഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടും തന്നെ ഭജിക്കുന്ന ഭക്തരെ പരിപാലിക്കുന്ന മുഖം. മൂന്നാമത്തെ മുഖം ശുദ്ധമായ മനസ്സോടെ തനിക്കായി ഭക്തർ നടത്തുന്ന പൂജകളും നേദ്യങ്ങളും കൈക്കൊണ്ട് കുടുംബസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നവനായി വർത്തിക്കുന്നു. നാലാമത്തെ മുഖം പ്രണവത്തിൻ്റെ പൊരുളും തത്വവും പകർന്നു നൽകി സർവജ്ഞാനമായി വിളങ്ങുന്ന മുഖം. അഞ്ചാമത്തെ മുഖം അധർമ്മത്തെ നിഗ്രഹിക്കുന്ന മുഖം, സ്വയം തിരിച്ചറിവ് നൽകുന്ന മുഖം. ആറാമത്തെ മുഖം ലോകത്തിനോട് കാരുണ്യവും സ്നേഹവുമായി വർത്തിക്കുന്ന മുഖം, ലോകരക്ഷയ്ക്കായി വർത്തിക്കുന്ന മുഖം.
വൈകാശി വിശാഖം നാളിൽ വ്രതമനുഷ്ഠിച്ച് പൂജ നടത്തി മന്ത്രങ്ങൾ ചൊല്ലി ശ്രീമുരുകനെ പൂജിക്കുന്നത് വഴി ഗൃഹൈക്യം, കുടുംബ സമാധാനം, സാമ്പത്തിക ഭദ്രത, മാറാവ്യാധികളിൽ നിന്നുള്ള മോചനം, ചൊവ്വാദോഷശാന്തി, സത്സന്താനങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗണപതി സ്തുതി, കുലദേവതാ സ്തുതി എന്നിവ ചൊല്ലിയതിനു ശേഷം ശിവപാർവതി ധ്യാനം ചെയ്തതിനു ശേഷം ശ്രീമുരുകൻ്റെ നാമങ്ങൾ ചൊല്ലുക. ദിവസം മുഴുവൻ പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ അങ്ങനെ, അല്ലാത്തവർ പഴങ്ങളും ഇളനീരും കഴിച്ച് വ്രതമെടുക്കുക. സുബ്രഹ്മണ്യ ഭുജംഗം ചൊല്ലുന്നത് ഏറെ വിശേഷം. ഓം ശരവണഭവ എന്ന മന്ത്രവും ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രവും 108 തവണ വീതം ജപിക്കുക. പഞ്ചാമൃതം, പഴങ്ങൾ, ശർക്കര പൊങ്കൽ എന്നിവയൊക്കെ നേദ്യമായി വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ വർഷം, അതായത് 2026 വൈകാശി വിശാഖം വരുന്നത് മെയ് 30-നാണ്. വിശാഖ നക്ഷത്രം 2026 മെയ് 29 പകൽ 10:38 ആരംഭിച്ച് മെയ് 30 ഉച്ചയ്ക്ക് 1:20 അവസാനിക്കുന്നു. ശരിയായ പൂജാ പുണ്യമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് അതിരാവിലെ 4:30 മുതൽ 5:15 വരെയുള്ള സമയത്തും സന്ധ്യാസമയത്ത് 6:15 മുതൽ 7:15 വരെയുള്ള സമയത്തുമാണ്. എല്ലാവർക്കും ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ദൈവമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിന്ദൂരാരുണകാന്തിമിന്ദുവദനം കേയൂരഹാരാദിഭിർദിവ്യൈരാഭരണൈർവിഭൂഷിതതനും ദേവാരിദുഃഖപ്രദം അംഭോജാഭയശക്തികുക്കുടധരം രക്താംഗരാഗാംശുകം സുബ്രഹ്മണ്യമുപാസ്മഹേ പ്രണമതാം ഭീതിപ്രണാശോദ്യതം. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം ശരവണഭവായ നമഃ. ഓം ശിവശക്തികുമാരായ നമഃ. ഓം ശക്തിധരായ നമഃ. ഓം ശ്രീകുമാരായ നമഃ. ഓം സർവസങ്കടഹരായ നമഃ. ഓം ഷഠാനനായ നമഃ. ഓം ഷഠാധാരായ നമഃ. ഓം സ്കന്ദദേവായ നമഃ. ഓം സ്വാമിനാഥായ നമഃ. ഓം അഗ്നിരൂപായ നമഃ. ഓം ഗാംഗേയായ നമഃ. ഓം ബാഹുലേയായ നമഃ. ഓം പ്രണവസ്വരൂപായ നമഃ. ഓം ദേവസൈന്യാധിപായ നമഃ. ഓം വല്ലീകാന്തായ നമഃ. ഓം വിശാഖായ നമഃ. ഓം വിനായകസോദരായ നമഃ. ഓം താരകാന്തകായ നമഃ. ഓം കുക്കുടധ്വജായ നമഃ. ഓം അഗസ്ത്യാദിമുനിസേവിതായ നമഃ.